ഹോർമുസ് വഴിയുള്ള എണ്ണക്കപ്പലുകളുടെ ഈ സഞ്ചാരവുമായി ബന്ധപ്പെട്ടിട്ട് പാകിസ്ഥാൻ്റെ നീക്കത്തിൽ ഇറാന് വലിയ സംശയമുണ്ട് എന്ന വാർത്തകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വരുന്നത്. അതായത് അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ഇവിടെ ഒരു ഡബിൾ ഏജൻ്റായിട്ട് പ്രവർത്തിച്ചു വന്നിട്ടുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. നമുക്കറിയാം, ഏതാണ്ട് 10ഓളം വരുന്ന എണ്ണക്കപ്പലുകൾക്ക്, പാകിസ്ഥാൻ്റേതെന്ന് പറയുന്ന കപ്പലുകൾക്ക് അനുമതി നൽകിയിരുന്നു ഇറാൻ ഹോർമുസ് വഴി. എന്നാൽ അതൊക്കെ പാകിസ്ഥാൻ്റേതായിരുന്നില്ല. പാകിസ്ഥാൻ പതാക വെച്ചുകൊണ്ട് അമേരിക്ക നടത്തിയൊരു നീക്കമായിരുന്നു ഇതെന്നാണ് സംശയിക്കുന്നത്. ഇതിലെ ഏത് തരത്തിലുള്ള നടപടിയായിരിക്കും പാകിസ്ഥാന് മേലിപ്പോൾ ഇറാൻ കൈക്കൊള്ളാൻ പോകുന്നത്? അവർക്ക് തീർച്ചയായിട്ടും പാകിസ്ഥാനോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും പാകിസ്ഥാൻ ഇവിടെ ഒരു ഡബിൾ ഏജന്റിന്റെ പണിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് മുയലിനൊപ്പം ഓടുക, വേട്ടപ്പട്ടിക്കൊപ്പം വേട്ടയാടുക, അങ്ങനെ ഒരു പ്രയോഗമുണ്ട്. അക്ഷരാർത്ഥത്തിൽ പാകിസ്ഥാൻ ചെയ്യുന്ന അതാണ്. അതിന്റെ തെളിവ് സഹിതം ലോകം മനസ്സിലാക്കിയത് പാകിസ്ഥാന്റെ 10 കപ്പലുകൾ, പാകിസ്ഥാൻ പതാക പറപ്പിച്ച അല്ലെ പാകിസ്ഥാന്റെ പതാക വഹിച്ച 10 കപ്പലുകൾ ഇറാന് ഹോർമുസിലൂടെ കടത്തിവിട്ടു. പക്ഷേ ഈ കപ്പലുകളൊക്കെ കടത്തിവിട്ടതിന് ശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന ഇറക്കി. അമേരിക്കയുടെ 10 കപ്പലുകൾ ഇറാൻ കടത്തിവിട്ടു എന്നും ഇറാന് അങ്ങനെ ചെയ്തത് യുദ്ധത്തിൽ നിന്നും പിന്മാറാൻ ഇറാൻ ആഗ്രഹിക്കുന്നതിൻ്റെ ഒരു സൂചനയാണെന്നും ഇറാന് യുദ്ധം മടുത്തുവെന്നും ഇറാൻ അമേരിക്കയുടെ കാല് പിടിക്കുകയാണെന്നും ഒക്കെ പറഞ്ഞ് ഇറാനെ അധിക്ഷേപിച്ചും അമേരിക്കയുടെ കപ്പലുകൾ ഇറാൻ കടത്തിവിട്ടത് ഒരു സമ്മാനമാണെന്നും അങ്ങനെ നിരവധി ദുർവ്യാഖ്യാനങ്ങൾ നടത്തിക്കൊണ്ട് ഡൊണാൾഡ് ട്രംപ് ഒരു പ്രസ്താവന ഇറക്കി. ആ പ്രസ്താവന ഇറക്കിയപ്പോഴാണ് യഥാർത്ഥത്തിൽ ഇറാൻ തിരിച്ചറിയുന്നത് യഥാർത്ഥത്തിൽ പാകിസ്ഥാൻ പതാക വഹിച്ച കപ്പലുകൾ അമേരിക്കൻ കപ്പലായിരുന്നു എന്നുള്ളത്. ഇത് ഇറാൻ വലിയൊരു ദേഷ്യമുണ്ടാക്കിയിട്ടുണ്ട്. ഇറാൻ അങ്ങനെ കോപം കൊണ്ട് വിറയ്ക്കുകയാണ്. അതായത് ഒരു ഇസ്ലാമിക രാജ്യം മറ്റൊരു ഇസ്ലാമിക രാജ്യത്തിന് നേരെ ഇത്തരം വൻ ചതി പ്രയോഗിക്കുമെന്ന് താങ്കൾ ഒരിക്കലും കരുതിയില്ല എന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ പറയുന്നു. അതൊരു വല്ലാത്ത സ്ഥിതിയാണ്. അപ്പൊ ഇറാന് ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഒരിക്കലും സങ്കല്പിച്ചിട്ട് പോലുമില്ലായിരുന്നു. അത് മാത്രവുമല്ല, ഇത് കഴിഞ്ഞപ്പോൾ പാകിസ്ഥാന് ഈ ഇറാനെ ഒന്ന് തണുപ്പിക്കാൻ വേണ്ടിയിട്ട് പാകിസ്ഥാൻ ഇന്നലെ വേറൊരു വേല ചെയ്തു. അതായത് ടെഹ്റാനിൽ പാകിസ്ഥാൻ എംബസിയുടെ സമീപത്തുള്ള ചില കെട്ടിടങ്ങളെ ഇസ്രായേലും അമേരിക്കയും ആക്രമിച്ചു. അതിനെ തുടർന്ന് പാകിസ്ഥാൻ വലിയൊരു പ്രസ്താവന ഇറക്കി. പാകിസ്ഥാൻ ഖത്തർ അല്ല. അതായത് ഖത്തറിനെ ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ ഖത്തറിനൊന്നും തിരിച്ചു ചെയ്യാൻ പറ്റിയില്ല. അതുപോലല്ല പാകിസ്ഥാൻ എംബസിക്ക് നേരെ ആക്രമണം നടത്തുകയോ ഒരു എംബസി ഉദ്യോഗസ്ഥനെങ്കിലും പരിക്ക് പറ്റുകയോ ചെയ്താൽ ടെൽ അവീവ് പാകിസ്ഥാൻ ഭസ്മമാക്കും എന്നൊക്കെ പറഞ്ഞ് വലിയ ഒരു വൈകാരിക പ്രസ്താവന അല്ലെങ്കിൽ വലിയൊരു ഭീഷണി പാകിസ്ഥാൻ മുഴക്കി. ഈ ഭീഷണിയുടെ രഹസ്യം യഥാർത്ഥത്തിൽ ഈ പാകിസ്ഥാൻ ഇറാനിൽ നേരിടുന്ന ആ ഒരു വിശ്വാസക്കുറവ് ഒന്ന് മാറ്റിയെടുക്കാനും മാത്രമല്ല വാചകമടിച്ച് ഈ ഒരു ആദ്യത്തെ പ്രതിസന്ധിയിൽ നിന്നും ഒന്ന് രക്ഷപ്പെടാനും ഒക്കെയുള്ള ഒരു തന്ത്രമായിരുന്നു എന്നാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതായത് പാകിസ്ഥാന്റെ ഈ ഒരു തന്ത്രം ഒട്ടും വിജയിച്ചില്ല. ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുമെന്ന് പറഞ്ഞിട്ട് ഇറാൻ അതിൽ പ്രത്യേകിച്ച് ഒന്നും അഭിപ്രായ പ്രകടനം നടത്തിയില്ല, സന്തോഷം പ്രകടിപ്പിച്ചില്ല. ഇതൊക്കെ കാണിക്കുന്നത് പാകിസ്ഥാന് ഒരു രാജ്യമെന്നുള്ള നിലയിൽ അതിൻ്റെ വിശ്വാസ്യത നഷ്ടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ചില രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഈ പാകിസ്ഥാൻ ഇറാൻ അമേരിക്ക ഇസ്രായേൽ യുദ്ധത്തിൽ പാകിസ്ഥാൻ ഇടനിലക്കാരനാകുന്നു, ഇന്ത്യയെ ഇറാൻ തള്ളിക്കളയുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ ഒച്ചപ്പാടും ബഹളവും ഒക്കെ ഉണ്ടാക്കിയപ്പോൾ യഥാർത്ഥത്തിൽ അവർ തിരിച്ചറിയാതെ പോയത് പാകിസ്ഥാന്റെ ഇത് വെറും ഒരു കപട നാടകമായിരുന്നു. ആ നാടകം ഇറാൻ പോലും തിരിച്ചറിഞ്ഞു. പക്ഷെ നമ്മുടെ നാട്ടിൽ ദൗർഭാഗ്യവശാൽ ചില രാഷ്ട്രീയ പാർട്ടികളെങ്കിലും ആ കപട നാടകം തിരിച്ചറിഞ്ഞില്ല എന്നുള്ളത് അതൊരു പരിഹാസ്യമായിട്ടുള്ള ഒരു വസ്തുതയാണ്. കാരണം ഇറാൻ ഇസ്രായേൽ അമേരിക്ക യുദ്ധത്തിൽ പാകിസ്ഥാൻ അങ്ങനെ മധ്യസ്ഥത വഹിക്കാനുള്ള ഒരുതരം ക്രെഡിബിലിറ്റിയും ഇല്ല. ഇനി മധ്യസ്ഥത വഹിക്കണമെങ്കിൽ നമ്മൾ ഒരു വലിയ ശക്തിയായിരിക്കണം. പാകിസ്ഥാൻ ഇവിടെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. പാകിസ്ഥാനിലെ ഈ എണ്ണയുടെ ഷോർട്ടേജ്, ക്രൂഡ് ഓയിലിന്റെ ഷോർട്ടേജ് പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചടിയാണ്. പാകിസ്ഥാനിൽ പെട്രോളിന്റെയും ഡീസലിന്റെയും വിലയൊക്കെ വലിയ തോതിൽ ഇപ്പോൾ പണ്ടുണ്ടായിരുന്നതിന്റെ ഇരട്ടിയോളമായി ഇരിക്കുകയാണ്. മാത്രവുമല്ല
ഇതൊന്നും കിട്ടാനുമില്ല. ഇത് കൂടാതെ പാകിസ്ഥാന്റെ സമ്പദ്ഘടന വലിയ രീതിയിൽ തകർന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഈ പിന്നെ സിന്ധ് പ്രവിശ്യയിൽ ഒരു റഫറൻഡം നടത്തണം എന്ന് പറഞ്ഞ് സിന്ധിലെ പ്രമുഖ പിന്നെ രാഷ്ട്രീയ നേതാക്കൾ ഐക്യരാഷ്ട്രസഭയെ സമീപിച്ചിരിക്കുകയാണ്. അതായത് സിന്ധ് പാകിസ്ഥാനോടൊപ്പം നിന്നിട്ട് കാര്യമില്ല എന്ന് അവർക്ക് തോന്നുന്നു. ഈ സിന്ധു നദിയിലൂടെ ഒഴുകുന്ന വെള്ളത്തിന്റെ അളവ് ഇന്ത്യ ഡാമുകൾ നിർമ്മിക്കുന്നതോടുകൂടി വളരെയധികം ഒരു 20% കുറഞ്ഞിട്ടുണ്ട്. കാരണം അത് യഥാർത്ഥത്തിൽ പാകിസ്ഥാന് നിയമപരമായിട്ട് കിട്ടേണ്ടതല്ല, ഇന്ത്യക്ക് കിട്ടേണ്ടതായിരുന്നു. ഇന്ത്യ ഇതുവരെ അത് ഉപയോഗിച്ചിരുന്നില്ല. ഇപ്പോൾ ഇന്ത്യ അവകാശപ്പെട്ട അവസാനത്തെ തുള്ളി വെള്ളം വരെ ഇന്ത്യ ഉപയോഗിക്കാനുള്ള പിന്നെ ഒരു ശ്രമത്തിലാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യ വളരെയധികം ജലം തടഞ്ഞു നിർത്തുന്നുണ്ട്. അപ്പം ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോഴേക്കും പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനിൽ സംഭവിക്കുന്നത്, പാകിസ്ഥാനിലെ സിന്ധു നദിയിലെ ജലം പാകിസ്ഥാനിലെ ഏറ്റവും സ്വാധീന ശേഷിയുള്ള ഗ്രൂപ്പായ പഞ്ചാബികൾ, അതിൽ തന്നെ നോർത്ത് പഞ്ചാബികൾ അങ്ങോട്ട് വഴിതിരിച്ചു വിടുക. അപ്പൊ സിന്ധുവിന് ജലം കിട്ടുന്നില്ല. സിന്ധു നദിയിലെ ജലം മുഴുവൻ പിന്നെ പഞ്ചാബ് പ്രവിശ്യയിലേക്ക് വഴിതിരിച്ചു വിടും. ബലൂചിസ്ഥാനിൽ പാകിസ്ഥാൻ പട്ടാളത്തിന് കയറാൻ പറ്റില്ല. അതുപോലെ തന്നെ ഖൈബർ പഖ്തൂൺവ പ്രോവിൻസിലും പറ്റില്ല. അങ്ങനെ ഒരു പാകിസ്ഥാൻ ഒരു നട്ടം തിരിയുന്ന അവസരമാണ്. ഇങ്ങനെ നട്ടം തിരിയുന്ന ഒരു രാഷ്ട്രത്തിന് ഒരു യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള വിശ്വാസ്യതയോ ശേഷിയോ അല്ലെങ്കിൽ അതിനുള്ള പിന്നെ രാഷ്ട്രീയ ശേഷിയോ ഒന്നും തന്നെയില്ല. അപ്പോൾ പാകിസ്ഥാന് ഒരു തരത്തിലും ഈ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിക്കാനുള്ള കഴിവ് പാകിസ്ഥാനില്ല. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു സംഭവം, ഈ 10 കപ്പലുകളുടെ സംഭവം കഴിഞ്ഞിട്ട് ശരിക്കും പാകിസ്ഥാനിലേക്ക് തന്നെ വന്ന ഒരു എണ്ണ ടാങ്കർ പാകിസ്ഥാന്റെ കൊടിയുമൊക്കെ പറപ്പിച്ചുകൊണ്ട് വന്നതാണ്. പക്ഷേ ഇറാൻ അത് തിരിച്ചുവിട്ടിട്ട് പറഞ്ഞു പ്രോപ്പർ പ്രൊസീജിയർ ഒന്നും കഴിയാതെ പറ്റില്ല എന്ന്. അതായത് ഒരു ടാങ്കറിന് $2 മില്യൺ അമേരിക്കൻ ഡോളർ ഇറാന് പേ ചെയ്യണം, എങ്കിൽ മാത്രമേ ഇറാന് പിന്നെ ഹോർമുസ് വഴി ഇങ്ങനെ ഒരു കപ്പൽ കടത്തിവിടും. അതായത് പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരുപക്ഷെ നടപ്പാക്കാൻ തന്നെ പറ്റാത്ത ഒരു വ്യവസ്ഥയാണ്. $2 മില്യൺ അത് പാകിസ്ഥാനെ സംബന്ധിച്ച് പാകിസ്ഥാൻ എവിടുന്ന് കൊടുക്കും? അങ്ങനെ പാകിസ്ഥാന്റെ 10 കപ്പൽ വരികയാണെന്ന് വെച്ചാൽ ഒരു കപ്പലിന് $2 മില്യൺ എങ്കിൽ 10 കപ്പലിന് $20 മില്യൺ കൊടുക്കണം. ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാനെ സംബന്ധിച്ച് നടക്കുന്ന കാര്യമല്ല. പാകിസ്ഥാന്റെ കപ്പലുകൾ ഫ്രീ ആയിട്ട് കടത്തിവിടാം എന്ന് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളതാണ് ഇറാന്റെ നിലപാട്. അത് ആദ്യത്തെ 10 കപ്പലുകളുടെ കാര്യത്തിൽ ഇറാനോട് കാണിച്ച വഞ്ചനയ്ക്കുള്ള ഒരു മറുപടിയും കൂടിയാണ് ഈ പ്രവൃത്തി എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അപ്പോൾ കാര്യങ്ങൾ ഇപ്പോൾ വളരെ വ്യക്തമാണ്. പാകിസ്ഥാന് ഇതിൽ ഒരു റോളുമില്ല. പിന്നെ പാകിസ്ഥാന് ഇസ്രായേലിനെ ആക്രമിക്കും എന്ന് പറയുന്നത് അതൊരു യാതൊരു പിന്നെ ഒരു സത്യവുമില്ല. കാരണം ഇറാനിൽ നിന്ന് തന്നെ 2000-2500 കിലോമീറ്റർ അകലെയാണ് പിന്നെ ഇസ്രായേൽ. 2500 കിലോമീറ്ററോളം അകലെയാണ്. പാകിസ്ഥാനിൽ നിന്നുള്ള ദൂരം കണക്കിലെടുക്കുമ്പോൾ പാകിസ്ഥാന്റെ പരമാവധി റേഞ്ചുള്ള ഒരു പിന്നെ ബാലിസ്റ്റിക് മിസൈല് 2750 കിലോമീറ്ററാണ്. അതായത് ഇസ്രായേൽ വരെ എത്തുന്ന മിസൈലൊന്നും പാകിസ്ഥാന്റെ കയ്യിലില്ല. പിന്നെ പാകിസ്ഥാൻ ചെയ്യാൻ പറ്റുന്നത് F-16 വിമാനങ്ങൾ, അമേരിക്ക കൊടുത്ത F-16 വിമാനങ്ങൾ ഉപയോഗിച്ച് ഇസ്രായേലിനെ ടെലവീവിനെ ആക്രമിക്കുക എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ ഓർക്കേണ്ടത് അമേരിക്കയ്ക്ക് ഈ വിമാനങ്ങളിലെല്ലാം തന്നെ സോഫ്റ്റ്വെയറിൽ കൺട്രോൾ ഉണ്ട്. ഈ വിമാനം പറന്നുയരുമ്പോൾ തന്നെ അത് എവിടേക്കാണ് പോകുന്നത് എന്നുള്ള സൂചനകൾ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് കിട്ടും. അങ്ങനെ അമേരിക്കയ്ക്ക് കിട്ടിയാൽ അവര് ആ വിമാനത്തിന്റെ പല പ്രധാന ഭാഗങ്ങളും നിശ്ചലമാക്കും. ഒന്നുകിൽ വിമാനം തകർന്നു വീഴും, അതല്ലെങ്കിൽ തിരിച്ച് പാകിസ്ഥാനിലേക്ക് ഇറക്കാൻ നിർബന്ധിതമാകും. അതായത് പാകിസ്ഥാന്റെ F-16 വിമാനങ്ങൾ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയില്ലാതെ ഒരു രാജ്യത്തിന് നേരെ ഓപ്പറേറ്റ് ചെയ്യാൻ പാകിസ്ഥാന് പറ്റില്ല. പിന്നീടുള്ളത് ചൈനയുടെ ഈ JF-17 J-20Cയുമാണ്. J-20, J-10C. ഈ JF-17 എന്ന് പറയുന്ന വിമാനം ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരു പിന്നെ ആയിരക്കണക്കിന് കിലോമീറ്റർ സഞ്ചരിച്ച് ഒരു ആക്രമണം നടത്താനുള്ള ശേഷിയുള്ളതല്ല. പിന്നീട് പാകിസ്ഥാന്റെ ഒരു പരിധി വരെയെങ്കിലും അതിൽ കഴിയുന്നത് J-20Cക്കാണ്. പക്ഷേ ആ J-20C പലതും ഇന്ത്യയുമായിട്ടുള്ള ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് ആക്രമിക്കപ്പെട്ടിരുന്നു. അത് തീർച്ചയായിട്ടും ഇസ്രായേലിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അത് സ്പോട്ട് ചെയ്യുകയും അത് തകർക്കുകയും ചെയ്യും. അത് പാകിസ്ഥാന് വലിയ നാണക്കേടാവും. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിൽ പോയി ടെലവീവിനെ ആക്രമിക്കുക എന്നുള്ളത്
പാകിസ്ഥാന്റെ സ്വപ്നങ്ങളിൽ മാത്രമുള്ള ഒരു 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 സംഭവമാണ്. അത് ഒരു കാരണവശാലും യാഥാർത്ഥ്യത്തിന്റെ ഒരു 10 കിലോമീറ്റർ പോലും അടുത്തെത്താനുള്ള സാധ്യതയില്ലാത്ത ഒരു സംഭവമാണ്. എന്തായാലും മലർപ്പൊടിക്കാരന്റെ സ്വപ്നം പോലെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷാബാസ് ഷെരീഫ് പലതും ഇങ്ങനെ പുലമ്പുന്നുണ്ട്. അങ്ങനെ അക്കൂട്ടത്തിൽ ഒരു വസ്തുതയാണ് ഇത്. പിന്നീട് ഇപ്പൊ ഖത്തറിനെ ആക്ഷേപിച്ച കാരണം ഗൾഫിനും പാകിസ്ഥാനോട് നീരസമാണ്. അതായത് ഞങ്ങൾ ഖത്തറല്ല എന്ന് പറയുമ്പോൾ ഖത്തർ ദുർബലമായ ഒരു രാജ്യമാണെന്നും ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അവർക്ക് ഒരു രീതിയിലും പ്രതിരോധിക്കാനോ തിരിച്ചടിക്കാനോ പറ്റിയില്ല എന്നുള്ളതുമൊക്കെ വലിയൊരു നാണക്കേടും അപമാനവും ചൊരിയുന്നതായിട്ടാണ് ഖത്തറും മറ്റ് GCC രാജ്യങ്ങളും ഒക്കെ വിലയിരുത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ പാകിസ്ഥാന്റെ ഈ ഇറാൻ അമേരിക്ക യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ പ്രവൃത്തികളും പാകിസ്ഥാന്റെ പ്രസ്താവനകളും അത് പാകിസ്ഥാന് വലിയ നാണക്കേട് വരുത്തി വെച്ചു. പാകിസ്ഥാന് പുതിയ ശത്രുക്കളെ ഉണ്ടാക്കി. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം അത് ഇനിയും വലിയ വരും ദിവസങ്ങളിൽ ഈ ഒരു നാവ് പിഴവിനായാലും ശരി, പ്രവൃത്തി ദോഷത്തിനാണെങ്കിലും ശരി, ഇതൊരു പരിഹാരം കണ്ടെത്തുക എന്നത് അതീവ ദുഷ്കരമായിരിക്കും എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വരും ദിവസങ്ങളിൽ നമുക്ക് പ്രേക്ഷകരെ സമീപിക്കാം.